അപ്പോൾ ഹജ്ജിന് പോകുന്ന സമയത്ത് എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് ചോദിക്കും ഞങ്ങൾക്ക് എന്തൊക്കെ മരുന്നുകളാണ് ക്യാരി ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം തന്നെ കൂടുതൽ വരാൻ സാധ്യതയുള്ള പ്രശ്നം എന്താണ്? പനിയോ അല്ല ചെറിയ ചെറിയ വേദനകളോ ആണ്. അതിന് നമ്മൾ കൂടെ കരുതേണ്ടത് പാരസെറ്റമോൾ അല്ലെങ്കിൽ അസിറ്റാമിനോഫൻ എന്ന് പറയുന്ന ഗുളികയാണ്. തീർച്ചയായിട്ടും അടുത്തൊരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ നടന്നൊക്കെ കുറേ നടക്കാനുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് യാത്ര ചെയ്യാനുണ്ടാവും. പലപ്പോഴും നമ്മൾ ഇന്നത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വല്ലാണ്ട് നടന്ന് ശീലമല്ലാത്തല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വേദനയും നീർവീക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കുറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മരുന്നുകൾ ബ്രൂഫന്, ഡൈക്ലോഫിനാക്ക് തുടങ്ങിയ വേദന സംഹാരികളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസും കരുതുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യത ഭക്ഷണത്തിലൊക്കെ ചെറിയ മാറ്റം വരുന്നതുകൊണ്ട് നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് വേണമെങ്കിൽ കുറച്ച് ആൻറ്റാസിഡ് ഗുളികകൾ ജെല്യൂസിലൊക്കെ പോലത്തത് കരുതുന്നത് നല്ലതാണ്. അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിർജ്ജലീകരണമാണ്. അപ്പോൾ നിർജ്ജലീകരണം തടയാൻ ഏറ്റവും ആവശ്യമുള്ള സംഭവം എന്താണ്? ORS ആണ്. കുറച്ച് ORSൻ്റെ പാക്കറ്റുകൾ കൂടെ കരുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കൊടും ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് അതൊന്ന് പ്രത്യേകം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ കൂടെ കരുതേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ വയറിളക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എപ്പോഴും ഇങ്ങനെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അത് വയറിളക്കം കുറച്ചൊന്ന് ശമിപ്പിക്കാൻ സഹായിക്കുന്ന ലോപ്രമൈഡ് എന്ന് പറഞ്ഞ ഗുളികയാണ് പിന്നെ കൂടെ കരുതേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് ജലദോഷപ്പനീൻ്റെയൊക്കെ കാലഘട്ടം ആയതുകൊണ്ടും അലർജിക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അലർജി, ജലദോഷം, ഇതൊക്കെ തുമ്മൽ ഇതൊക്കെ ഉണ്ടാകുന്നത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഹിസ്റ്റാമിനിക് ഗുളികകൾ കരുതാം. സെട്രിസിന്, ലേവോസെട്രിസിന് ഇതുപോലത്തെ ഗുളികകൾ. അത് കുറച്ചുകൂടിയും ഉറക്കം ക്ഷീണമൊക്കെ കുറഞ്ഞ ജാതി ഫിക്സോഫിനാഡിനോ അല്ലെങ്കിൽ ബിലാസ്റ്റിനോ പോലത്തതും വേണമെങ്കിൽ കരുതാവുന്നതാണ്. പിന്നെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ മുറിവുകളും ചതവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം ഒരു ഓയിൻമെൻറ്റ് നമ്മൾ കൂടെ കരുതണം. അതിന് വേണമെങ്കിൽ ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീം, ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഇത് കരുതാവുന്നതാണ്. പിന്നെ ഇൻസെക്റ്റ് ബൈറ്റ്, സൺബേൺ, സൂര്യാഘാതം ഏറ്റുണ്ടാകുന്നത് ഇത് തടയാൻ വേണ്ടിയിട്ടുള്ളത് കരുതാവുന്നതാണ്. ഇപ്പോൾ ഒരു കലാമിൻ ലോഷന്, പിന്നെ അലോവേറ ജെല്ല് ഇതൊക്കെ കരുതാവുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റേഴ്സ്, ഗോസ്, ബാൻഡേഡ്സ് തുടങ്ങിയവയൊക്കെ കരുതാം. പിന്നെ ഒരു ചതവും ഇതൊക്കെ വരുമ്പോൾ മെഡിക്കൽ അഡ്ഹസീവ് ടേപ്പുകൾ കരുതുന്നത് നല്ലതാണ്. പിന്നെ ക്രോണിക് രോഗമുള്ള ആൾക്കാർക്ക് അവരെ മരുന്നുകൾ കരുതേണ്ടതുണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരിച്ച്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രമേഹത്തിൻ്റെ മരുന്നുകൾ അവർ കഴിക്കുന്നത് അവിടുന്ന് കഴിക്കേണ്ട സാഹചര്യം കൂടി കണക്കിലാക്കിയിട്ട് ഡോസൊക്കെ നിശ്ചയിച്ചിട്ട് കൂടെ കരുതേണ്ടതുണ്ട്. പിന്നെ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും ഒരു കാരണവശാലും അവിടെ പോലും ഗുളിക നിർത്താൻ പാടില്ല. ഇതില്ലാത്ത രോഗികളത് കരുതേണ്ടതില്ല, ഇതുള്ളവർ അത് കരുതണം. പിന്നെ ബ്രോൺകിയൽ ആസ്തമ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ശ്വാസം മുട്ടലൊക്കെ എപ്പോഴാണ് വരാമെന്ന് പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ട ഇൻഹെയിലർ അതൊക്കെ കൂടെ കരുതേണ്ടതുണ്ട്. പിന്നെ ഒരുപാട് മറ്റ് ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങൾ, വാതരോഗങ്ങൾ ഇതൊക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കൂടെ കരുതണം. പിന്നെ ശ്വാസകോശത്തിലേക്ക് അണുബാധകൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് കരുതേണ്ട സംഭവങ്ങൾ എന്തൊക്കെ? ഫേസ് മാസ്കുകൾ കുറച്ച് കരുതുന്നത് നല്ലതാണ്. പിന്നെ കഫ് സിറപ്പുകൾ, ലോസെഞ്ചൻസ്, നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ചുമ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് അതൊക്കെ കൂടെ കരുതാം. പിന്നെ മൂക്കിൽ സലൈൻ നെയ്സൽ ഡ്രോപ്സ്, വേണമെങ്കിൽ ഓക്സിമെറ്റസോളിൻ നെയ്സൽ ഡ്രോപ്സ് ഇതൊക്കെ. പിന്നെ മറ്റു കാര്യങ്ങൾ വേണം നമുക്ക് കൂടെ കരുതാം. തെർമോമീറ്റർ വേണമെങ്കിൽ കരുതാം, ഒരു ഹാൻഡ് സാനിറ്റൈസർ കരുതാം. പിന്നെ വേണം മൾട്ടി വൈറ്റമിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ കോപ്പി എപ്പോഴും കൂടെ കരുതണം. ഓക്കെ.